പറന്നുയർന്നതിന് പിന്നാലെ 900 അടി താഴ്ചയിലേക്ക് വന്ന എയർ ഇന്ത്യ വിമാനം. രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. രാജ്യത്തെ ഒന്നാകെ നടുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിനു ശേഷം എയർ ഇന്ത്യയുടെ മറ്റൊരു വിമാനവും അപകടത്തിന്റെ വക്കിലെത്തിയതായി റിപ്പോർട്ട്. ഡൽഹിയിൽ നിന്ന് വിയന്നയിലേക്ക് പറന്നുയർന്ന ബോയിംഗ് 777 വിമാനമാണ് ടേക്ക് ഓഫിന് പിന്നാലെ മർദ്ദം നഷ്ടപ്പെട്ട് 900 അടിയോളം താഴ്ന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം ജൂൺ 14 പുലർച്ചെ 2:56 സംഭവം നടന്നത്. ടേക്ക് ഓഫിന് പിന്നാലെ വിമാനത്തിന് മർദ്ദം നഷ്ടപ്പെടുന്നതായി കണ്ടെത്തുകയായിരുന്നു. ഉടനടി അപകട മുന്നറിയിപ്പ് പൈലറ്റിന് കൈമാറി. നിമിഷങ്ങൾക്കൊടുവിൽ അപകടമൊഴിയുകയും ചെയ്തെന്നാണ് റിപ്പോർട്ട്. ഒരു തവണ സ്റ്റാൾ വാണിംഗും 2 തവണ ഗ്രൗണ്ട് പ്രോക്സിമിറ്റി വാണിംഗും ലഭിച്ചെന്നും അപകട മുന്നറിയിപ്പ് ലഭിച്ചതോടെ പൈലറ്റുമാരുടെ സമയോചിതമായ ഇടപെടലിലൂടെ വിമാനം സുരക്ഷിതമായി യാത്ര തുടർന്നെന്നും റിപ്പോർട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം 9 മണിക്കൂർ 8 മിനിറ്റ് പറന്ന് വിയന്നയിൽ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. ജൂൺ 23 വ്യോമയാന നിരീക്ഷണ സമിതി ഗുരുഗ്രാമിലെ എയർ ഇന്ത്യ ഓഫീസിൽ നടത്തിയ ഓഡിറ്റിംഗിലാണ് ഇതിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. വിമാനം നിയന്ത്രണാതീതമായി കുലുങ്ങിയെന്നും പറക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് നിമിഷങ്ങൾ കൊണ്ട് മാറിയെന്നും 900 അടിയിലേക്ക് താഴ്ന്നെന്നും അധികൃതർ കണ്ടെത്തി. എന്നാൽ ടേക്ക് ഓഫിന് പിന്നാലെ ഉണ്ടായ കുലുക്കമായിരുന്നുവെന്ന് മാത്രമാണ് പൈലറ്റുമാരുടെ പ്രാഥമിക റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ സ്റ്റിക് ഷേക്കർ മുന്നറിയിപ്പിനെ കുറിച്ച് മാത്രമാണ് പരാമർശിക്കുന്നത്. എന്നാൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ കൃത്യമായി പരിശോധിച്ചതോടെയാണ് നടന്ന സംഭവത്തിന്റെ തീവ്രത വ്യക്തമായത്. പൈലറ്റുമാരും സുരക്ഷാ വിഭാഗവും വിവരം മറച്ചുവെക്കാൻ ശ്രമിച്ചതായും കണ്ടെത്തി. ഇതിന് പിന്നാലെ പൈലറ്റുമാരെ ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കി.